പെൺകുട്ടികൾ 6ാം ക്ലാസ് വരെ പഠിച്ചാൽ മതിയെന്ന താലിബാൻ. സ്കൂളിലെത്തിയ പെൺകുട്ടികളെ തിരിച്ചയച്ച് താലിബാന്റെ ക്രൂരഭരണം. ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ ഹിജാബ് ധരിക്കാൻ വാശി. അഫ്ഗാനിൽ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകരുതെന്ന വാശിയിൽ താലിബാൻ ഭരണകൂടവും. ഇവിടുത്തെ തീവ്രവാദ ഇസ്ലാമിസ്റ്റുകളെ പൊക്കിപ്പിടിക്കുന്നവർ ആരും ഈ സംഭവം കാണാതെ പോകരുത്. 6ാം ക്ലാസ്സിന് മുകളിലുള്ള ക്ലാസുകളിൽ പഠിക്കാൻ പെൺകുട്ടികൾ ഇനി വരേണ്ടതില്ല എന്ന് പറഞ്ഞ് സ്കൂളുകളിൽ പഠിക്കാനെത്തിയ പെൺകുട്ടികളെ താലിബാൻ ഭരണകൂടം തിരിച്ചയക്കുകയായിരുന്നു. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണ് ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മാസങ്ങളായി അടഞ്ഞുകിടന്ന സ്കൂളുകൾ മാർച്ച് 23-ന് തുറക്കുമെന്നും പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുമെന്നുമുള്ള താലിബാന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ച് സ്കൂളുകൾ തുറന്ന മണിക്കൂറുകൾക്കകം പെൺകുട്ടികളെ തിരിച്ചയച്ച് സ്കൂളുകൾ വീണ്ടും അടയ്ക്കുകയായിരുന്നു. സ്കൂളുകൾ തുറന്നു എന്നതറിഞ്ഞ് സന്തോഷത്തോടെ ബുർഖ ധരിച്ചു പുറപ്പെട്ട പെൺകുട്ടികൾ തകർന്ന ഹൃദയത്തോടെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പാടില്ല എന്ന താലിബാൻ ഉത്തരവ് കേട്ട് വീട്ടിലേക്ക് മടങ്ങി. സ്കൂൾ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞാണ് ഇത്തവണ പെൺകുട്ടികളുടെ സ്കൂൾ പ്രവേശന സാധ്യത താലിബാൻ ഇല്ലാതാക്കിയിരിക്കുന്നത്. ശരീഅത്ത് നിയമപ്രകാരമുള്ള അഫ്ഗാൻ സംസ്കാരത്തെ മാനിക്കുന്ന യൂണിഫോം ആയിരിക്കണം വിദ്യാർത്ഥിനികൾ ധരിക്കേണ്ടതെന്നും അത് എന്തായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും ആ തീരുമാനമാകുന്നതുവരെ പെൺകുട്ടികൾ സ്കൂളുകളിൽ വരേണ്ട എന്നുമാണ് താലിബാൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. 6ാം ക്ലാസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗമാണ് അടച്ചുപൂട്ടാൻ താലിബാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് താലിബാന്റെ കുറെ കൂടി മൃദുലമായ മുഖമായിരിക്കും ഇക്കുറി അധികാരത്തിൽ കാണുക എന്ന ശ്രുതി പരന്നിരുന്നു. എന്നാൽ അധികം വൈകാതെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെയും ജോലിയെടുക്കുന്ന സ്ത്രീകളെയും പുറത്തു പോകുന്നത് നിരോധിക്കുകയായിരുന്നു താലിബാൻ. അതുപോലെ സ്ത്രീകൾ ദേഹവും മുഖവും എല്ലാം മറയ്ക്കുന്ന ബുർഖ എന്ന വേഷം ധരിക്കണമെന്നും സ്ത്രീകൾ ഒരു പുരുഷന്റെ അകമ്പടിയോടെ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുമുള്ള താലിബാൻ ശാസനകളാണ് ഇപ്പോൾ അഫ്ഗാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിലേറിയ സമയത്ത് താലിബാൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ജോലി, സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവ നിരോധിച്ചിരുന്നു. ഇത്തവണ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഔദ്യോഗികമായി നിരോധിച്ചിട്ടില്ലെങ്കിലും താലിബാൻ അധികാരത്തിലേറിയ ശേഷം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടിയിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മന്ത്രാലയം ആദ്യമേ അടച്ചുപൂട്ടിയ താലിബാൻ അതിനു പകരമായി മതകാര്യ മന്ത്രാലയം കൊണ്ടുവന്നു. ചില പ്രദേശങ്ങളിലൊഴികെ രാജ്യത്താകെയുള്ള സർവകലാശാലകളിൽ പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത് താലിബാൻ നിരോധിക്കുകയും ചെയ്തു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസാവകാശം നിഷേധിക്കുന്നതിനെതിരെ സ്ത്രീ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും അഫ്ഗാനിൽ നടന്നിരുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടയരുതെന്ന് ആഗോള സന്നദ്ധ സംഘടനകളും ലോകരാജ്യങ്ങളും താലിബാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് താലിബാൻ ഔദ്യോഗികമായി ജനുവരിയിൽ പെൺകുട്ടികൾക്ക് അനുകൂലമായ പുതിയ നിലപാടെടുത്തത്. ആ നിലപാടിൽ നിന്നാണ് ഇപ്പോൾ താലിബാൻ ഭരണകൂടം മലക്കം മറഞ്ഞിരിക്കുന്നത്. ഇനി പുതിയ ഉത്തരവ് ഇറങ്ങുന്നത് വരെ പെൺകുട്ടികൾ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് താലിബാൻ ഭരണകൂടം പറയുന്നത്. തങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമമായാണ് അഫ്ഗാനിലെ പെൺകുട്ടികൾ ഈ ഉത്തരവിനെ കാണുന്നത്. അഫ്ഗാൻ ചാനലായ ടോലോ ന്യൂസ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പുതിയ ഉത്തരവിന്റെ കാര്യമറിഞ്ഞ് കരയുന്ന പെൺകുട്ടികളുടെ ദൃശ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ സ്കൂളുകളിൽ യൂണിഫോം ധരിച്ചാൽ മതി, ഹിജാബ് ധരിക്കേണ്ട എന്ന് വിധിച്ചപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. എന്നാൽ അഫ്ഗാനിലാകട്ടെ പെൺകുട്ടികൾ സ്കൂളിലേ പോകണ്ട എന്നാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. ഇനിയെങ്കിലും നെല്ലും പതിരും തിരിച്ചറിയാനും കണ്ണു തുറന്ന് പലതും കാണാനുമുള്ള ഒരവസരമാകട്ടെ അഫ്ഗാനിലെ പെൺകുട്ടികൾ തൽക്കാലം പഠിക്കേണ്ട എന്ന താലിബാൻ തീരുമാനം.